ആസിഫ് അലി വോട്ട് രേഖപ്പെടുത്താൻ വേണ്ടി എത്തുന്ന ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. തൊടുപുഴ തന്നെയാണോ എന്നറിയില്ല. ആസിഫ് അലി വോട്ട് രേഖപ്പെടുത്താൻ വേണ്ടി എത്തുകയാണ്. ആസിഫ് അലി വോട്ട് രേഖപ്പെടുത്താൻ വരുന്ന ബൂത്തിലും അങ്ങനെ വലിയ ആസിഫ് അലിക്ക് നീണ്ട ക്യൂവിൽ നിൽക്കേണ്ട കാര്യമുണ്ടോ എന്നറിയില്ല. വലിയൊരു നീണ്ട നിര അവിടെ കാണുന്നില്ല. തൊടുപുഴ കുമ്മങ്കലിലാണ് ആസിഫ് അലി വോട്ട് രേഖപ്പെടുത്താൻ വേണ്ടി എത്തുന്നത്. PTM LP സ്കൂളിലാണ് ആസിഫ് അലി വോട്ട് രേഖപ്പെടുത്താൻ വേണ്ടി എത്തുന്നത്. തൊടുപുഴ കുമ്മങ്കലിലെ BTM LP സ്കൂളിൽ ആസിഫ് അലി വോട്ട് ചെയ്യാൻ എത്തുന്നതിന്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. തീരെ വോട്ടർമാരുടെ നിര ഇല്ല എന്ന് പറയാൻ പറ്റില്ല. ഒരു 4-5 മിനിറ്റ് നിൽക്കേണ്ടി വരും. ഒരു 4-5 മിനിറ്റിന്റെ ക്യൂ ആസിഫ് അലിക്ക് അവിടെ ഉണ്ട്. അത് ആസിഫ് അലിയുടെ നാടാണ്. ആസിഫ് അലിയുടെ നാട്ടിൽ അപ്പോൾ ആസിഫ് അലിയുടെ നാട്ടുകാരൊക്കെയാണ് അവിടെ. അപ്പോൾ അവിടെ നിന്ന് വോട്ട് രേഖപ്പെടുത്തി മടങ്ങാൻ വേണ്ടി അങ്ങോട്ടേക്ക് എത്തുകയാണ് ആസിഫ് അലി. അവിടെ ആൾക്കാരോട് കുശലമൊക്കെ പറയുന്നുണ്ട്. സെൽഫി എടുക്കാൻ വേണ്ടി വരികയാണ് ആസിഫ് അലിക്ക്. സെൽഫി എടുക്കുന്നത് മാമംഗലത്ത് ദീപ്തി മേരി വർഗീസ് വോട്ട് രേഖപ്പെടുത്തുന്നതിന്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ ഇതാ അവിടെ കാണുന്നത്. വിപിൻ C വിജയനാണ് ആ വാർത്തയുടെ വിവരങ്ങളുമായി ചേരുന്നത്. വിപിൻ, ദീപ്തി മേരി വർഗീസ് വോട്ട് രേഖപ്പെടുത്തുകയാണ്. എനിക്കൊന്ന് ആ പോളിംഗ് ബൂത്തിൽ അങ്ങനെ ഒരു വലിയ വോട്ടർമാരുടെ നിര കാണുന്നില്ല. സാധാരണഗതിയിൽ ആ ബൂത്ത് വലിയ ആൾത്തിരക്കുള്ളൊരു ബൂത്താണത്. അതെ ആഷ്മി, പക്ഷേ ഇപ്രാവശ്യം അതായത് ഈ വോട്ടിംഗ് മെഷീനുകൾക്ക് വലിയ രീതിയിലുള്ള തകരാറുകളൊന്നും എവിടെയും വലിയ റിപ്പോർട്ടുകളൊന്നും വരുന്നില്ല. അതുകൊണ്ട് തന്നെ ഒരു ഫ്ലോ പൊതുവെ രാവിലെ മുതൽ തന്നെ കാണുന്നുണ്ട്. ആളുകൾ വരുന്നു, വോട്ട് ചെയ്യുന്നു, മടങ്ങുന്നു എന്നുള്ള ഒരു രീതിക്ക് തന്നെ നടക്കുന്നുണ്ട്. ഇപ്പോൾ ദീപ്തി മേരി വർഗീസ് വോട്ട് ചെയ്യുകയാണ്. അതായത് സ്റ്റേഡിയം ഡിവിഷൻ, കൊച്ചി കോർപ്പറേഷനിലെ സ്റ്റേഡിയം ഡിവിഷനിലെ സ്ഥാനാർത്ഥിയാണ്. UDF സ്ഥാനാർത്ഥിയാണ്. മേയറായി UDF ഉയർത്തിക്കാണിക്കുന്നതിൽ ഒരാളാണ്. അതുകൊണ്ട് തന്നെ ഇപ്രാവശ്യം അവർ വോട്ട് ചെയ്തിരിക്കുന്നു. വലിയ പ്രതീക്ഷ കൂടി ദീപ്തി മേരി വർഗീസ് ഈ ഘട്ടത്തിൽ അവർ അത് പങ്കുവയ്ക്കുന്നുണ്ട്. അപ്പോൾ കൊച്ചി കോർപ്പറേഷനെ സംബന്ധിച്ച് ഇപ്രാവശ്യം അത് തിരിച്ചു പിടിക്കുക എന്നുള്ള ഒരൊറ്റ ദൗത്യവുമായിട്ട് UDF ഇറങ്ങുന്നു. അതിന് നേതൃത്വവുമായി പ്രതിപക്ഷ നേതാവ് തന്നെ രംഗത്തെത്തുന്നു. എന്നാൽ വിട്ടുകൊടുക്കില്ല. മറ്റെല്ലാം തന്നെ ഇപ്പോൾ ഈ ഒരു എറണാകുളം ജില്ല പൊതുവെയായി UDFിനൊപ്പം നിൽക്കുന്നു എന്നൊക്കെ പറയുമ്പോഴും കൊച്ചി കോർപ്പറേഷൻ അത് LDF പിടിച്ചു എന്നുള്ളത് അവരെ സംബന്ധിച്ച് വലിയ അഭിമാനമാണ്. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ 5 വർഷത്തെ തദ്ദേശ മേഖലയിൽ ഉണ്ടാക്കിയ മാറ്റങ്ങൾ പറഞ്ഞുകൊണ്ടായിരുന്നു LDFിന്റെ ഈ പ്രാവശ്യത്തെ വോട്ട് തേടൽ പ്രധാനമായും നടന്നത്. ബ്രഹ്മപുരം ഉൾപ്പെടെയുള്ളവ പറഞ്ഞുകൊണ്ടായിരുന്നു ആ ഒരു വോട്ട് തേടൽ സജീവമായി നടന്നത്. ഇപ്രാവശ്യം അത് നിലനിർത്തും എന്നുള്ളത് LDFും പിടിച്ചെടുക്കുമെന്ന് UDFും ഒരുപോലെ പറയുന്ന ഏറ്റവും നിർണായകമായ മത്സരം നടക്കുന്ന ഒരു സ്ഥലം കൂടിയാണ് കൊച്ചി കോർപ്പറേഷൻ. അവിടെ ഇപ്പോൾ ദീപ്തി മേരി വർഗീസ് വോട്ട് ചെയ്ത് ഇറങ്ങിയിരിക്കുന്നു. അവരുടെ പ്രതികരണം അല്പസമയത്തിനകം ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ടാവുകയും ചെയ്യും. കൊച്ചി കോർപ്പറേഷൻ കൈപ്പിടിയിൽ ഒതുക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. കാരണം ഇവിടെ ഇപ്പോൾ ഇന്നിപ്പോൾ ഈ തിരഞ്ഞെടുപ്പ് നടക്കുന്ന എല്ലാ സ്ഥലങ്ങളും എടുത്താൽ പോലും ജില്ലാ പഞ്ചായത്തിൽ ഇപ്പോൾ ഭരണമുള്ള UDFിന് ഭരണമുള്ള ഒരു സ്ഥലം കൂടിയാണ് എറണാകുളം. അത്തരത്തിൽ UDFിന് ഒരു മേൽക്കൈ പഞ്ചായത്തുകളിൽ ഒക്കെ നമ്മൾ പറയുമ്പോഴും കൊച്ചി കോർപ്പറേഷൻ ഇല്ല എന്നുള്ളതൊരു വീഴ്ചയായി തന്നെ അവർ കാണുകയും അതിനനുസരിച്ചുള്ള ഒരു പ്രവർത്തനം നടത്തുകയും ഒക്കെ UDFിന്റെ ഭാഗത്ത് നിന്ന് ഇതിനോടകം ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് കൂടിയുണ്ട്. ഇനി എടുത്തു പറയുകയാണെങ്കിൽ ഇപ്പോൾ ഇത് 5% മുകളിലേക്ക് പെർസെന്റേജ് ഉയർന്നിരിക്കുന്നു. രാവിലെ തന്നെ ആളുകൾ ആ ഒരു ആവേശം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ടൊക്കെ നമ്മൾ കണ്ടിട്ടുള്ള ആ തിരഞ്ഞെടുപ്പിന്റെ പ്രചാരണ ആവേശം അത് വോട്ടെടുപ്പ് ദിവസത്തിലേക്കും വന്നിട്ടുണ്ട്. മൊത്തത്തിൽ ഒരു ഫ്ലോ രാവിലെ മുതൽ തന്നെ കാണുന്നു എന്നുള്ളത് തന്നെയാണ് ചിത്രം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.